എല്ലാവർക്കും നമസ്കാരം. Native Thoughts by Alistair MacLean. Chapter 12, 12:15 PM to 12:30 PM. അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിലൂടെ കൊറാസിനിയെ ഷൂട്ട് ചെയ്യാം എന്ന് കരുതിയ ഡോക്ടറുടെ പ്ലാൻ തെറ്റിച്ചുകൊണ്ട് ഗ്ലേഷ്യറിൻ്റെ മറുകരയിലൂടെ ട്രാക്ടർ മുന്നോട്ട് നീങ്ങുന്നു. പെട്ടെന്ന് ഡോക്ടറും ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റും അവരുടെ ട്രാക്കിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ ആകെ ഒന്ന് നിരീക്ഷിച്ചു. അപ്പോൾ അവർ നിൽക്കുന്ന കരയിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമായിട്ട് ഒരു എൽ ഷേപ്പിൽ വളഞ്ഞ് ഒരു കുത്തനെയുള്ള ഇറക്കവും കഴിഞ്ഞാണ് ആ മറ്റേ ട്രാക്ടർ പോകുന്ന വഴി കാങ്കിലാക് ഷോട്ടിലേക്ക് എത്തുന്നത്. ഒപ്പം അവരവിടെ കണ്ട ഒരു സീന്, കാങ്കിലാക് ഫോർഡിൽ നിന്ന് നിർത്തിയിട്ടിരിക്കുന്ന ഒരു ട്രോളറിൽ നിന്ന് 6 മനുഷ്യർ കരയിലേക്ക് കയറി വരുന്നു. കരയിലേക്ക് കയറി വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. കുത്തനെയുള്ള മഞ്ഞ് മലകളിൽ പിടിച്ച് കയറി വരികയാണ്. സ്ലിപ്പായി അത്ര എളുപ്പമൊന്നുമല്ല. എന്തായാലും ഒരു 6 പേര് കരയിലേക്ക് കയറി വരുന്നുണ്ട്. കാങ്കിലാക് ഷോട്ടിലേക്ക് ഇവർ നീങ്ങാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റ് ഗവൺമെൻറ്റിനും, അതായത് അവരുടെ ബേസ് ക്യാമ്പ് വഴി ഗവൺമെൻറ്റിനും അതേപോലെ മിലിറ്ററി കേന്ദ്രങ്ങൾക്കെല്ലാം വിവരം കൊടുത്തിരുന്നു ഇത്തരം ഒരു നീക്കത്തെക്കുറിച്ച്. അതുകൊണ്ട് ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ജോസ് ട്രാക്കിൽ നിന്ന് ഓടി പുറത്തു വന്ന് പറഞ്ഞു, സാർ, വൈക്കിംഗ്ഹാം കാരിയർ ഷിപ്പ് കടലിലെത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് 6 ബോംബർ പ്ലെയിൻസ് ഇപ്പോൾ പുറപ്പെടും. ഡോക്ടർ ചോദിച്ചു, ബോംബർ പ്ലെയിൻസോ? ഇതെന്താ തേർഡ് വേൾഡ് വാറോ? അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, അവരെങ്ങനെയും ആ മിസൈൽ ഗൈഡൻസ് മെക്കാനിസം വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ്. അവർക്കിത് മാത്രമേ ചിന്തയുള്ളൂ. മനുഷ്യന് ജീവന് ഒരു വിലയുമില്ലേ? 2 പേരെ അവർ ബന്ദിയാക്കി വെച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ പറഞ്ഞു, അതൊക്കെ നമുക്ക് അവർ വലിയ ആൾക്കാരാണ്. മിലിറ്ററിക്ക് ഒന്നും ഒരു വിഷയമേ അല്ല. അവരെങ്ങനെയെങ്കിലും ഇത് വീണ്ടെടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിനാണ്. ശരി, നമുക്കിവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് റൈഫിളുമായി ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റും ഡോക്ടറും ഒപ്പം ക്യാപ്റ്റൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 ആൾക്കാരും മുന്നോട്ട് നീങ്ങി. കൂടെ ആയുധങ്ങളൊന്നുമില്ലാതെ സാഗറോയും. ആയുധങ്ങളില്ലാതെ നീങ്ങാൻ കാരണമുണ്ട്. സാഗറോയുടെ 2 കൈയും വലിയ രീതിയിൽ ബാൻഡേജ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം അദ്ദേഹത്തിൻ്റെ പതിവ് പരിപാടിയാണല്ലോ ബോക്സിംഗ് ഗ്ലൗസിൻ്റെ വലിപ്പമുണ്ട് ഓരോ ബാൻഡേജിനും. കാരണം തലേ ദിവസത്തെ ആ നടത്തം, മാഹളറിയും തോളിലിട്ടുള്ള നടത്തത്തിന് ഇടയിൽ എവിടെയോ വെച്ച് സാഗറോയുടെ ഗ്ലൗസ് നഷ്ടപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹം അത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി. മഞ്ഞ് കാരണം കൈയുടെ തൊലിയെല്ലാം പോയി. എല്ലാ ഭാഗത്തും ഫ്രോസ്റ്റ് ബൈറ്റ് എന്നുള്ള ഒരവസ്ഥയെത്തി. പക്ഷേ സ്പെയർ ഗ്ലൗസ് കിട്ടാനില്ല. ട്രാക്ടർ സ്ലെഡ് എത്തിയതിന് ശേഷമാണ് ഒരു ഗ്ലൗസ് ഇടുന്നത്. പക്ഷേ ആ സമയത്ത് സാഗറോയ്ക്ക് ഗ്ലൗസ് ഇടാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം സ്കിന്നെല്ലാം മാതിരി പൊള്ളി വീർത്ത് കഴിഞ്ഞു. പിന്നെ ഹിൽക്രസ്റ്റിൻ്റെ ട്രാക്ടർ വന്ന് അതിൻ്റെ അകത്ത് വെച്ച് ഡോക്ടർ ആ സ്കിന്നെല്ലാം ഡ്രസ്സ് ചെയ്ത് ബാൻഡേജ് ചെയ്തു. ആ ബാൻഡേജും വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സാഗറോ നടക്കുന്നത്. അപ്പോൾ ഈ ബാൻഡേജ് ചെയ്യുന്ന സമയത്ത് സാഗറോ ചോദിച്ചിരുന്നു, ഡോക്ടർ, കൈ മുറിച്ച് കളയേണ്ടി വരുമോ? കാരണം ഒരു ബോക്സിംഗ് ചാമ്പ്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ പറഞ്ഞു, എന്തായാലും മുറിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ ശരിയാവും. പോട്ടെ ഡോക്ടർ, ഞാൻ വേറെ സംശയം ചോദിക്കട്ടെ? ചോദിക്കും, എനിക്കിനി ബോക്സിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുമോ? അതിപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഡോക്ടർ അങ്ങനെ ഒഴിഞ്ഞു മാറണ്ട, എനിക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടണം, ഡോക്ടർക്ക് അറിയാം. ശരി, തന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ച് ഞാൻ പറയാതിരുന്നതാണ്. ഞാൻ പറയാം, താൻ ഒരിക്കലും ഒരു ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലും പങ്കെടുക്കില്ല. ഒരു ബോക്സിംഗ് കമ്മീഷൻ്റെ ഡോക്ടറും തന്നെ അതിലും ഈ ഒരു സ്കിന്ന് ഉള്ള ഒരു കൈയും വെച്ചൊരാൾ പങ്കെടുക്കാൻ സമ്മതിക്കില്ല. സാഗറ പറഞ്ഞു, ഓക്കെ. ക്രെഡൻഷ്യൽ പ്ലാസ്റ്റിക്സ് എന്ന നമ്മുടെ കമ്പനിക്ക് ഒരു പുതിയ സ്റ്റാഫിനെ കിട്ടുകയാണ്. കാരണം കമ്പനിയിൽ ജോയിൻ ചെയ്യാതെ ബോക്സിങ്ങായിട്ട് നടക്കുകയായിരുന്നല്ലോ. ഇനി ബോക്സിംഗ് ഇല്ല, തിരിച്ച് കമ്പനിയിലേക്ക് തന്നെ ജോയിൻ ചെയ്യാൻ സാഗറോ തീരുമാനിച്ചു. അങ്ങനെ അവരെല്ലാം മുന്നോട്ട് നീങ്ങി. ഇതിനിടയിലാണ് ഡോക്ടർ നമ്മുടെ ജാക്സ്ട്രോട് പറഞ്ഞു, ജാക്സ്ട്രോ, തനിക്ക് ആ ട്രാക്ടറിൻ്റെ എൻജിൻ വെടിവെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? കാരണം നമ്മളിവിടെ ഈ സിനിമയിലെ കാണുന്ന പോലെ ടയറിൽ വെടിവെച്ചിടാൻ പറ്റില്ല, കാറ്റർപില്ലേഴ്സ് ആണല്ലോ.
അതുകൊണ്ട് മറ്റേ റബ്ബർ ടയറിൽ വെടിവെക്കുന്ന പോലെ അതിലിട്ട് വെടിവെച്ചിട്ട് കാര്യമില്ല. ജാക്സ്ട്രോ പറഞ്ഞു ശ്രമിക്കാം. അങ്ങനെ ജാക്സ്ട്രോ റൈഫിൾ എടുത്തു. എഞ്ചിൻ്റെ മോൾ ഭാഗം, അതായത് അതിൻ്റെ ബോണറ്റിലേക്ക് ഒരു ബുള്ളറ്റ് ഷൂട്ട് ചെയ്തു. പ്രത്യേകിച്ച് ഈ പഴയ വണ്ടികളെന്ന് പറയുമ്പോൾ തകിടൊക്കെ വളരെ കട്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും പറ്റില്ല. 6ാമത്തെ ബുള്ളറ്റിൽ ആ എഞ്ചിൻ സ്റ്റോപ്പായി. അതിനു മുമ്പുള്ള 5 ബുള്ളറ്റും ശരിയായ ഭാഗങ്ങളിലൊന്നും തട്ടാതെ എഞ്ചിൻ്റെ എവിടെയെങ്കിലും തട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഖൊറാസിനിയുടെ ശ്രദ്ധയിൽ ഇവരെ നീങ്ങുന്നത് പെട്ടു. ഖൊറാസിനി അതോടെ ട്രാക്ടറിൻ്റെ സ്പീഡൊന്ന് കൂട്ടിയിരുന്നു. പക്ഷേ എഞ്ചിൻ സ്റ്റോപ്പാകുമ്പോൾ അത് കുത്തനെയുള്ള ഇറക്കമാണ്. എഞ്ചിൻ സ്റ്റോപ്പായാലും ട്രാക്ടർ മുന്നോട്ട് പോകേണ്ടതാണ്. പെട്ടെന്ന് ട്രാക്ടർ നിന്നു. കാരണം ഖൊറാസിനി ബ്രേക്ക് അപ്ലൈ ചെയ്ത് നിർത്തി. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലായത്. ഡ്രൈവിംഗ് ക്യാബിൻ്റെ അകത്ത് ഖൊറാസിനിയും ഇവിടെ സോളി ലെവിനും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. സോളി ലെവിനെ മിക്കവാറും സൈഡ് വാച്ച് ചെയ്യുന്നതിനായിട്ട് അവിടെ ഇരുത്തിയതായിരിക്കാം. എന്തായാലും ഡ്രൈവർ സീറ്റിൻ്റെയും സ്റ്റിയറിങ്ങിൻ്റെയും ഇടയിലാണ് ഖൊറാസിനി. ഡ്രൈവ് ചെയ്യുകയാണല്ലോ. അയാളെ സൈഡിൽ നിന്ന് സ്വന്തം തല വെച്ച് മുഖത്തേക്ക് ഇടിക്കുകയാണ് സോളി ലെവിൻ. കാരണം അയാളുടെ കൈ രണ്ടും പുറകെ കെട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ അയാൾക്ക് ചലന സ്വാതന്ത്ര്യമുണ്ട്. ഖൊറാസിനിക്ക് ചലന സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് ശക്തി കുറഞ്ഞൊരു മനുഷ്യനാണെങ്കിലും, ഖൊറാസിനി എന്ന് പറഞ്ഞാൽ ഒരു പവർഫുൾ മനുഷ്യനാണ്. സോളി ലെവിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രായമായ എന്നാൽ അധികം ശാരീരിക ശക്തി ഇല്ലാത്തൊരു മനുഷ്യനാണ്. എന്നാൽ പോലും കുറച്ച് നേരം കൊണ്ട് ഖൊറാസിനിയെ വിഷമിപ്പിച്ച് ആ ട്രാക്ടർ നിർത്തിക്കാൻ സോളി ലെവിന് കഴിഞ്ഞു. പെട്ടെന്ന് ആ ഡ്രൈവറുടെ ക്യാബ് സൈഡ് ഡോറ് ഓപ്പണായി. 2 പേരും നിലത്തേക്ക് വീണു. അതോടെ അവസ്ഥ മാറി. കാരണം ഖൊറാസിനി അയാളുടെ പവർ പുറത്തെടുത്തു. ലെവിനെ തള്ളി നിലത്തിട്ടു. പോക്കറ്റിൽ നിന്ന് പിസ്റ്റൾ എടുത്തു. അയാളെ ഷൂട്ട് ചെയ്തു. ഇതിനിടയിൽ ഡോക്ടറും പാർട്ടിയും ഓടി അവരുടെ അടുത്തേക്ക് എത്തുകയാണ്. പക്ഷേ അവർ എത്തുമ്പോഴേക്കും ഷൂട്ടിങ് കഴിഞ്ഞു. ഡോക്ടർ ചാടി ഒരു ചവിട്ടിന് അയാളുടെ പിസ്റ്റൾ തെറിപ്പിച്ചു. പെട്ടെന്നാണ് ഡോക്ടറെ തള്ളി മാറ്റിക്കൊണ്ട് സാഗറോ മുന്നേക്ക് വന്നു. അപ്പോൾ അതുവരെ എല്ലാ കാര്യങ്ങളും വളരെ കൺട്രോൾഡായിട്ട് നേരിട്ടിരുന്ന ഖൊറാസിനി ഒരു സെക്കൻഡ് ഒന്ന് പേടിച്ചു. അയാളുടെ കണ്ണിൽ ആ പേടി കാണാം. കാരണം പല ദിവസം കിട്ടിയ ഒരു ഇടിയുടെ ഓർമ്മ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റൂലല്ലോ. അതേലും അയാൾ ഒരു ഫൈറ്റിന് നിൽക്കാതെ തിരിഞ്ഞോടി. പക്ഷേ അധികം നേരം ഓടാൻ പറ്റിയില്ല. അയാളേക്കാൾ സ്പീഡിലാണ് സാഗറോയുടെ ഓട്ടം. ആലോചിക്കണം, ഒരു ദിവസം മുഴുവൻ ആ മഞ്ഞിലൂടെ നടന്ന് കഷ്ടപ്പെട്ട് രാത്രി ഉറങ്ങാതെ വന്ന ഒരു മനുഷ്യനാണ് സാഗറോ. ഖൊറാസിനിയാണെങ്കിൽ ട്രാക്ടറിൻ്റെ കംഫർട്ടിൽ വന്ന ആളാണ്. എന്നിരുന്നാൽ പോലും സാഗറോയുടെ പവറിന് മുന്നിൽ ഖൊറാസിനിയെ പോലെ ആ ഒരു വലിയ മനുഷ്യൻ പോലും ഒന്നുമല്ല. 4 മീറ്റർ ഓടുമ്പോഴേക്കും സാഗറോ ഖൊറാസിനിയെ പിടിച്ചു നിർത്തി ഇടിക്കാൻ തുടങ്ങി. അത് ആ ഇടിയെന്ന് പറഞ്ഞാൽ ഈ ബാൻഡേജ് ചുറ്റി വച്ചിരിക്കുന്നതുകൊണ്ട് സാഗറോയുടെ ഇടി വല്ല സ്പോഞ്ച് വെച്ചിടിക്കുന്ന പോലെ ഖൊറാസിനിക്ക് ഫീൽ ചെയ്യുള്ളൂ. എന്നാൽ പോലും ഓരോ ഇടിയും ഖൊറാസിനിക്ക് വലിയ ഓരോ ഷോക്കായിരുന്നു. ഒരുവിധം സാഗറോയുടെ പിടിയിച്ച് വീണ്ടും ഖൊറാസിനി ഓടി അവിടെ സൈഡിലോട്ടൊരു മഞ്ഞ് പാറയുടെ പുറയിലേക്ക് പോയി. മണ്ടത്തരമാണ് കാണിച്ചത്. ഇതിനിടയിൽ അപ്പുറത്ത് സ്മോൾ വുഡുണ്ട്. അയാളുടെ നേരെ ഓടിയാൽ മതിയായിരുന്നു. അയാൾ തോക്കൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കണമല്ലോ. എന്തായാലും ഈ മഞ്ഞ പാറയുടെ അപ്പുറത്തേക്ക് പോയി. തൊട്ട് പുറകെ തന്നെ സാഗറോയും പോയി. പിന്നെ അവിടെ സംഭവിക്കുന്ന ആർക്കും കാണാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സ്മോൾ വുഡും മാർഗരറ്റ് റോസിനും പിടിച്ച് മുന്നിൽ നിർത്തിക്കൊണ്ട് സ്മോൾ വുഡ് പുറത്തിറങ്ങി. എല്ലാവരും ഓൺ ചെയ്തു. എല്ലാവരുടെയും കയ്യിലുള്ള തോക്കുകൾ അടുത്തുള്ള ക്രവാസിലേക്ക് എറിയുക. താഴെ വയ്ക്കാനല്ല, താഴെ വെച്ചിട്ട് പെട്ടെന്നെങ്ങാനും ചാടി എടുത്താലോ. അതുകൊണ്ട് എല്ലാം അടുത്ത ക്രവാസിലേക്ക് എറിയുക എന്നുള്ളതാണ് സ്മോൾ വുഡിൻ്റെ ഡിമാൻഡ്. വേറെ വഴിയില്ല. ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റ്, ഡോക്ടർ ജാക്സ്ട്രോ 3 പേരും പിന്നെ ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റിൻ്റെ കൂടെയുള്ള ഉണ്ടായിരുന്ന 2 സ്റ്റാഫുകളും അവരെല്ലാം അവരുടെ ആ റൈഫിൾസ് അടുത്തുള്ള ക്രവാസിൻ്റെ അകത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. ശരി, ഇനി എല്ലാവരും കൊണ്ട് നീങ്ങി അടുത്തടുത്ത് നിന്ന് അങ്ങനെ എല്ലാവരെയും ഒരു ഭാഗത്ത് നിർത്തി. പെട്ടെന്ന് ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റ് പറഞ്ഞു, ഡോക്ടർ, ഇയാൾ മരിച്ചിട്ടില്ല. സോളി ലെവിനെ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്. ഡോക്ടർ ശ്രദ്ധിച്ചു, മരിച്ചിട്ടില്ല. ഒരു അനക്കം കാണുന്നുണ്ട്. അടുത്ത് പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഈ ടെൻഷൻ്റെ ഇടയിലാണല്ലോ ഖൊറാസിനി. ഇവരെ കണ്ടിട്ടുള്ള ടെൻഷൻ, പിന്നെ സോളി ലെവിൻ്റെ സഡൻ അറ്റാക്ക് കൊണ്ടുള്ള ടെൻഷൻ,
ആ ടെൻഷനിടയിൽ ഇയാളെ ഷൂട്ട് ചെയ്തപ്പോൾ ഉന്നം തെറ്റിപ്പോയി. നെറ്റിയിൽ നിന്ന് തലയോട്ടിയുടെ പുറത്തുകൂടെ ഒരു ചെറിയൊരു പാട്, അതായത് ആ പുറത്തുകൂടെ ബുള്ളറ്റ് അങ്ങ് പോയി അതിൻ്റെ ആ തൊലിയിൽ മാത്രം ഒന്ന് തട്ടി. പിന്നെ പെട്ടെന്നുള്ള ഷോക്കിൽ ഇയാൾ ബോധം കെട്ട് വീണു, അത്രേ ഉള്ളൂ. ആക്ച്വലി സോളി ലെവൻ മരിച്ചിട്ടില്ല. ഒരു ചെറിയൊരു സന്തോഷം. മരണങ്ങളൊക്കെ കുറേ ആയി. അല്പം കഴിഞ്ഞ് നമ്മുടെ ജാഗറോ ആ പാറകളുടെ അപ്പുറത്തുനിന്ന് കയറി വന്നു. അപ്പോൾ പിന്നെ മറ്റേ ആളുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാമല്ലോ. ഡോക്ടർ ചോദിച്ചു, ഫിനിഷ്ഡ്? ജാഗറോ പറഞ്ഞു, ഫിനിഷ്ഡ്. പിന്നെ ഒരു ഹാപ്പി ന്യൂസ്, നിങ്ങളുടെ അച്ഛൻ മരിച്ചിട്ടില്ല. ജാഗറോ വളരെ സന്തോഷത്തോടെ ആ കിടക്കുന്ന സോളി ലെവൻ്റെ അടുത്ത് പോയി ഇങ്ങനെ കുനിഞ്ഞ് നോക്കുന്ന സമയത്ത് സ്മോൾ വുഡ് അയക്കുന്നവരെ ഗണ്ണെടുത്ത് ചൂണ്ടി. ഡോക്ടർ പറഞ്ഞു, വെറുതെ ഒരു ബുള്ളറ്റ് വേസ്റ്റ് ചെയ്യണ്ട, ഇനിയിപ്പോൾ ആകെ 4 അല്ലേ ഉള്ളൂ അതിൽ. കാരണം മിസ്സസ് ഡാൻസ് സ്പീക്കറിനെ വെടിവെച്ച് കൊല്ലുമ്പോൾ ഒരു ബുള്ളറ്റ് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഇവരെയൊക്കെ പേടിപ്പിക്കാൻ ഒരു വെടി വേറെയും വെച്ചു. അതിൽ നമ്മുടെ മാർഗരറ്റ് റോസിൻ്റെ കയ്യിൽ ചെറിയൊരു ഇഞ്ചുറിയും വന്നു. ഇനി ആകെ 4 ബുള്ളറ്റേ ബാക്കിയുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എമർജൻസി വന്നാൽ കൂടുതൽ ബുള്ളറ്റ് ഇല്ല, കയ്യിലാണെങ്കിൽ ആകെ ഒരു പിസ്റ്റളേ ഉള്ളൂ. എന്തോ ഒന്ന് ആലോചിച്ച് സ്മോൾ വുഡ് ജാഗറോയെ ഷൂട്ട് ചെയ്തില്ല. പെട്ടെന്ന് ജാഗറോ എണീറ്റ് പറഞ്ഞു, ഷൂട്ട് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, താൻ 40 ബുള്ളറ്റ് എൻ്റെ മേലെ ഷൂട്ട് ചെയ്താലും തന്നെ കൊന്നിട്ടേ ഞാൻ മരിക്കൂ. അതുകൂടി കേട്ടോ പിന്നെ സ്മോൾ വുഡ് മിണ്ടിയില്ല. അപ്പോഴാണ് സ്മോൾ വുഡിൻ്റെ കണ്ണിൽ ആ ഗ്ലേഷ്യറിൽ നിന്ന് കയറി വരുന്ന 6 ബെഞ്ചിൽ പെടുന്നത്. ആ, എൻ്റെ വെൽക്കം പാർട്ടി വരുന്നുണ്ട്, ഞാനിതാ പോവുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെ അധികം പോവില്ല. അപ്പോൾ സ്മോൾ വുഡ് ഒന്നിങ്ങനെ നോക്കി, ബോംബേഴ്സ് വരുന്നുണ്ട്. ബോംബേഴ്സ് വന്നതെന്നാൽ എൻ്റെ അടുത്ത് ഈ പെണ്ണുണ്ടല്ലോ, അവളെ ഞങ്ങൾക്ക് വലിയ കാര്യമാണ്, അതുകൊണ്ട് അവളുള്ളപ്പോൾ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കില്ല. പട്ടാളക്കാർക്ക് ഒന്നും വിഷയമല്ല. പട്ടാളക്കാർക്ക് മാർഗരറ്റ് റോസ് എന്ന് പറയുന്ന പെണ്ണിനെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്തയില്ല. മാത്രമല്ല, അവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം കാങ്കുല ഫ്യോർഡിന് നേരേക്ക് നീങ്ങുന്ന 2 ആൾക്കാരെ ഷൂട്ട് ചെയ്യാനാണ്. കാരണം അവരുടെ കണക്കനുസരിച്ച് നിങ്ങളും കൊറാസിനെയും ഫ്യോർഡിലേക്ക് പോകുമെന്നാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ 2 പേര് പോകുന്ന കാണുമ്പോൾ അത്ര മോളൊന്നും അവർക്കറിയില്ല ഇത് ഒരാണും ഒരു പെണ്ണുമാണ് പോകുന്നതെന്ന്. അവർ ഷൂട്ട് ചെയ്യും. സ്മോൾ വുഡ് ഒന്ന് ഞെട്ടി. അതുവരെ എല്ലാം നമ്മുടെ കൺട്രോളിലാണെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. എന്നാലും അടുത്ത നിമിഷം ആ ഞെട്ടൽ പുറത്താണെങ്കിൽ ശരി, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ അങ്ങ് നിൽക്കാം, എന്തായാലും നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അവരെന്നെ ഒന്നും ചെയ്യില്ല. നേരെ ഉരുട്ടിയാൽ പിന്നെ പ്ലെയിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അത് കഴിഞ്ഞ് ഞാൻ പൊക്കോളാം. ആ സമയത്താണ് മറ്റൊരു സംഭവം ഉണ്ടായത്. സ്മോൾ വുഡിൻ്റെ 6 പേര് ഫ്യോർഡ് കയറി വരുന്ന ഇതിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് 3 സ്കിമിറ്റഡ് പ്ലെയിൻസ് പറന്നു വരാൻ തുടങ്ങി. സ്കിമിറ്റഡ് പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ വളരെ താഴ്ന്ന് പറന്ന് അറ്റാക്ക് ചെയ്യാൻ കഴിവുള്ള പ്ലെയിൻസാണ്. ഇന്ന് അത്തരം പ്ലെയിൻസ് നിലവിലില്ല, അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് നേവിയിൽ ഉപയോഗിച്ചിരുന്നു. ആ സ്കിമിറ്റഡ് പ്ലെയിൻസ് അത്രയും താഴ്ന്ന് പറന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതോടെ നമ്മുടെ സ്മോൾ വുഡിൻ്റെ ആൾക്കാരുടെ യാത്ര അവസാനിച്ചു. കുറച്ച് പേരൊക്കെ അവിടെ മഞ്ഞിൽ താഴ്ന്ന് കടന്നു രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവർ തിരിച്ച് ഫ്യോർഡിലേക്ക് എന്നെ എടുത്ത് ചാടി അവരുടെ ട്രോളറിലേക്ക് കയറി. ഒപ്പം ഡോക്ടർ നോക്കുമ്പോൾ കണ്ടു, സ്മോൾ വുഡിൻ്റെ പുറകിൽ നിന്ന് 12 മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ ഫ്യോർഡിൽ നിന്ന് കയറി വരുന്നു. ഡോക്ടർക്ക് മനസ്സിലായി കടലിൽ നിൽക്കുന്ന ഏതോ ഒരു വലിയ കപ്പലിൽ നിന്ന് ബോട്ടിറക്കി വന്നിരിക്കുകയാണ്. ആ 12 പേരിൽ 4 പേരുടെ കയ്യിൽ മെഷീൻ ഗണ്ണ്, ബാക്കിയുള്ളവരുടെ റൈഫിൾസ്. അപ്പോൾ അവർ കാര്യമായ അറ്റാക്കിന് തയ്യാറായി തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ അവരടുത്തെത്തുന്നതിന് മുമ്പേ സ്മോൾ വുഡിൻ്റെ ശ്രദ്ധയിൽ അവരുടെ ശബ്ദം പെട്ടു. സ്മോൾ വുഡ് തിരിഞ്ഞു നോക്കി, ഈ ആൾക്കാരെ കണ്ടു. പിന്നെ അയാൾ ആകെ ഞെട്ടി. പെട്ടെന്ന് അയാൾ ചെയ്തത് ട്രാക്ടറിലേക്ക് ചാടിക്കയറി അതിൻ്റെ ആ പാർക്ക് ബ്രേക്ക് റിലീസ് ചെയ്തു. കുത്തനെയുള്ള ഇറക്കത്തിൽ നിൽക്കുന്ന വണ്ടിയാണ്. പാർക്ക് ബ്രേക്ക് റിലീസ് ചെയ്തതോടെ അത് ഒരു കൺട്രോളും ഇല്ലാതെ പോകാൻ തുടങ്ങി. മാത്രമല്ല, ഇയാൾക്ക് ഡ്രൈവിങ്ങും മര്യാദയ്ക്ക് അറിഞ്ഞുകൂടാ. കൊറാസിനേക്കും ഇവരുടെ കൂടെയുള്ള ജാഗറോയ്ക്കും ഡോക്ടറും ജാക്സ്ട്രോയും ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവർ ആ ട്രാക്ടർ ഓടിക്കുന്നത്. സാധാരണ ഒരു കാറോ ബസ്സോ ഓടിക്കുന്നവന് ഇത് മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഈ മഞ്ഞിൽ കൂടെ. അങ്ങനെ ആ ട്രാക്ടർ അതിൻ്റെ ഇഷ്ടത്തിന് ആ കുത്തനായുള്ള ഇറക്കത്തിൽ കൂടെ അങ്ങ് ഹൈ സ്പീഡിൽ നീങ്ങാൻ തുടങ്ങി. ആ
മഞ്ഞപ്പാറകളിൽ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെറിച്ച് ലാസ്റ്റ് അത് ഒരു പാറയിൽ തട്ടി ഏകദേശം 50 അടി പൊക്കമുള്ള ഒരു മഞ്ഞ് മല, അതായത് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞ ഹമക്സ് എന്ന് പറയുന്ന ചില ഭാഗങ്ങളുണ്ട് ഇതിൽ. അത്തരം ഒരു ഹമക്കിൽ തട്ടി പെർപെൻഡിക്കുലറായിട്ട് തിരിഞ്ഞു. ആ തിരിഞ്ഞതിൻ്റെ ഇനേഷ്യ കാരണം മാർഗരറ്റ് റോസും സ്മോൾവുഡും ട്രാക്ടറിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് ഒരു ഗർത്തത്തിലേക്ക് വീണു. ഇതൊക്കെ പറയാനായി സമയം വേണ്ട, ഇതെല്ലാം സെക്കൻഡുകൾ കൊണ്ട് കഴിയാണ്. കാരണം അതൊക്കെ അത്രയും ചെറിയൊരു ദൂരം കുത്തനെയുള്ള ഇറക്കത്തിൽ ഹൈസ്പീഡിൽ പോകുന്ന ട്രാക്ടർ ഇതെല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞു. ആ 2 പേര് മാർഗരറ്റ് റോസും സ്മോൾവുഡും ഒരു ഗർത്തത്തിൻ്റെ അകത്തേക്ക് വീണു. ഡോക്ടർ, ക്യാപ്റ്റൻ ഹിൽക്രസ്റ്റ്, ജാക്ക് സ്ട്രോ ഇത്ര ആൾക്കാർ ഓടി അടുത്തെത്തിയപ്പോൾ അപ്പോഴും ഇയാൾ വലിയ ഭാവത്തിനാണ്, ഒരു റോപ്പിങ് തരും. അങ്ങനെ ട്രാക്ടറിൽ നിന്ന് റോപ്പ് കൊണ്ടുവന്നു. ഡോക്ടർ മേസൺ ആ റോപ്പ് എടുത്ത് കയ്യിൽ പിടിച്ച് എന്നെ നിന്നു. വേഗം പറഞ്ഞപ്പോഴേക്കും ഡോക്ടർ മേസൺ താഴേക്ക് എടുത്ത് ചാടി. അത് അപ്രതീക്ഷിതമായ നീക്കമായിരുന്നു. തോക്കൊക്കെ പിടിച്ച് മാർഗരറ്റ് റോസിൻ്റെ നേരെ ചൂണ്ടി നിൽക്കുകയാണ്. എന്നാലും ഇങ്ങനെ എടുത്തുള്ളൊരു ചാട്ടം സ്മോൾവുഡ് തീരെ പ്രതീക്ഷിച്ചില്ല. സ്മോൾവുഡിൻ്റെ 2 ഷോട്ടിലും ചവിട്ടി ഡോക്ടർ മേസൺ നിന്നു. ഒരു ചവിട്ടിന് അയാളുടെ കയ്യിലുള്ള തോക്ക് തെറിപ്പിച്ചു. അപ്പോഴേക്കും സ്മോൾവുഡ് മറിഞ്ഞു വീണു. പിന്നെ അവർ രണ്ടാളും കുറച്ച് നേരം ഒരു ഗംഭീര ഫൈറ്റായിരുന്നു. നമ്മൾ 2 ചാപ്റ്റർ മുമ്പേ പറഞ്ഞതാണ്, സ്മോൾവുഡ് കാണാൻ ചെറുതാണെങ്കിലും ആൾ ശക്തനാണ്. ഡോക്ടറാണെങ്കിൽ അത്ര നല്ല ആരോഗ്യസ്ഥിതിയിലല്ല. കാരണം ഈ പറഞ്ഞ രീതിയിൽ 2 ദിവസത്തെ യാത്രയും കഴിഞ്ഞൊക്കെ വന്നിരിക്കുകയാണ്. 2 ദിവസത്തെ മഞ്ഞിൽ യാത്ര മീൻസ് മഞ്ഞിൽ കൂടെ നടന്നുള്ള വരവാണ്. ആ ഫൈറ്റിൻ്റെ അവസാനം സ്മോൾവുഡിനെ തോൽപ്പിച്ച് ഡോക്ടർ അവിടെ എണീറ്റ് നിന്നു. അപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് മാർഗരറ്റ് റോസിനെ കാണാനില്ല. അത് ക്യാപ്റ്റൻ പറഞ്ഞു, ഡോക്ടർക്ക് ആ പെണ്ണിനെ പിടിച്ചു വെച്ച ദേഷ്യം ഉണ്ടാവും, അയാൾ തല്ലി തീർക്കട്ടെ, താനൊരു കാര്യം ചെയ്യും, ജാക്ക് സ്ട്രോ ഇറങ്ങി അവളെങ്കിൽ മുകളിലോട്ട് കയറ്റ്. അങ്ങനെ ക്യാപ്റ്റനും ആൾക്കാരും കൂടി കയറി കെട്ടി കൊടുത്തു. ജാക്ക് സ്ട്രോ താഴെ ഇറങ്ങി മാർഗരറ്റ് റോസിനെ മുകളിലേക്ക് കയറ്റി. അവളെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു, കയറി പോരെ, അവളെ ഞങ്ങളിങ്ങ് എത്തിച്ചു. അങ്ങനെ മോളിൽ നിന്ന് കയറിറക്കി കൊടുത്തു. അതിൽ ആദ്യം ആ മിസൈൽ ഗൈഡൻസ് മെക്കാനിസവും കെട്ടി. അതിനുശേഷം ഡോക്ടർ അതിൽ തൂങ്ങി. 2 ആളും മുകളിലെത്തി. മുകളിലെത്തുമ്പോഴും ഇവിടെ താഴെ ഇയാൾ വിളിച്ച് പോവുകയാണ്. ഇത്തിരി മറ്റേ അധികാരഭാവമൊക്കെ കുറഞ്ഞു. കാരണം ഇനിയിപ്പോൾ മറ്റേ തോക്ക് ചൂണ്ടി പിടിപ്പിക്കാൻ ആളില്ല. കൂടെയുള്ള മാർഗരറ്റ് റോസിനെ അവർ കൊണ്ടുപോയല്ലോ. ദൈവത്തെ ഓർത്ത് എനിക്കൊരു കയറ് തരൂ. പെട്ടെന്ന് ജാക്ക് സ്ട്രോ വേറൊരാൾ കയറും എടുത്തുകൊണ്ട് ആ ഗർത്തത്തിൻ്റെ അടുത്തേക്ക് കടന്നു. ഗർത്തത്തിൻ്റെ വക്കത്ത് കാലർപ്പിച്ച് നിന്നു. അപ്പോൾ ഈ ഗർത്തത്തിന് അതിനിടയിൽ അവർ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നൊരു കാര്യം, ഗ്ലേഷ്യറിലാണല്ലോ ഈ ഗർത്തം, മഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ പാറ, മറ്റേ സൈഡിൽ മഞ്ഞപാളി. ഈ മഞ്ഞപാളി ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ ആ മഞ്ഞപാളി പാറയിൽ പോയിടിക്കും. അപ്പം പിന്നെ അതിൻ്റെ ഇടയിലുള്ള മനുഷ്യൻ്റെ കാര്യം പറയണ്ടല്ലോ. ജാക്ക് സ്ട്രോ അവിടെ നിന്നുകൊണ്ട് ആലോചിച്ചു, തിങ്കളാഴ്ച അർദ്ധരാത്രിക്കുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ, അതിനുശേഷം ആ IGV ക്യാബിനിൽ സംഭവിച്ച ഓരോ പ്രശ്നങ്ങൾ, വിമാനത്തിൻ്റെ അകത്ത് കൊല്ലപ്പെട്ടതും പിന്നെ ആ ഷോക്കിൽ മരിച്ചവരുമായി മൊത്തം 4 പേര്. ക്യാപ്റ്റൻ ജോൺസണും കേണൽ ഹാരിസണും ഇവർ വെടിവെച്ച് കൊന്നതും, പിന്നെ മറ്റ് 2 ഫ്ലൈറ്റ് എഞ്ചിനീയറും സെക്കൻഡ് പൈലറ്റും ആ ഷോക്കിൽ മരിച്ചവരും, പിന്നെ ക്യാബിനിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലപ്പെട്ട സെക്കൻഡ് പൈലറ്റ്, വരുന്ന വഴിയിൽ അവർ വെടിവെച്ച് കൊന്ന ഡാൻസ്ബി ഗ്രെഗ്, മഞ്ഞിൽ വീണ് തണുത്ത് മരവിച്ച് മരിച്ചുപോയ സെനറ്റർ ബ്രൂസ്റ്റർ. ഇതുകൂടാതെ 2 പ്രായമായ മനുഷ്യർ മരണത്തിൻ്റെ വക്ക് വരെ എത്തിയിട്ട് ഡോക്ടറുടെ മിടുക്കുകൊണ്ട് മാത്രം തിരിച്ചു വന്നു. അതുകൂടാതെ ഡോക്ടർ മേസൻ്റെ തലയ്ക്കടിച്ചു. നമ്മുടെ നാട്ടിൽ തലയ്ക്കടിച്ചാൽ രക്ഷാപ്രവർത്തനം എന്നാണ് പറയുമെങ്കിലും അവിടെ അങ്ങനെയൊന്നുമല്ല. ഇത്രയും കാര്യങ്ങൾ ജാക്ക് സ്ട്രോയുടെ മനസ്സിലൂടെ കടന്നുപോയി. പിന്നെ ഇതിനിടയിൽ ഈ യാത്രയുടെ എല്ലാവരും അനുഭവിച്ച കഷ്ടപ്പാടുകൾ വേറെ എല്ലാം ആലോചിച്ചുകൊണ്ട് ജാക്ക് സ്ട്രോ കയ്യിലിരുന്ന ആ കയറ് ചുരുളഴിക്കാതെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് തിരിഞ്ഞു കടന്നു.